അലോഷ്യസ് സേവ്യറിനെതിരെ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അൻസിൽ ജലീൽ സ്വന്തം കൂട്ടിൽ നിൽക്കാൻ കഴിയാതിരുന്നാലും മറ്റുള്ളവർക്ക് നാറ്റമടിച്ചാൽ മതിയെന്ന ചിന്തയുള്ളവരാണ് അലോഷ്യസിനെ പോലെയുള്ളവരെന്ന് അൻസിൽ ജലീൽ. ചരിത്രം ഒരിക്കലും വഞ്ചകരെ മഹത്വവൽക്കരിച്ചിട്ടില്ലെന്നും വിമർശനം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിമർശനം ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ഷാജഹാൻ കൂടി ചേരുന്നുണ്ട്. ഷാജഹാൻ, വീണ്ടും ഈ UDF-ൽ മുന്നണിക്കകത്തും പുറത്തും വലിയ രീതിയിലുള്ള ചേരിപ്പോര രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. പണ്ട് തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു ഇത്തരത്തിലൊരു പ്രശ്നം, ഒരു വിവാദം ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു പോരിലേക്കാണ് കോൺഗ്രസും UDF അടക്കം കടക്കുന്നത്. മാത്രമല്ല വിദ്യാർത്ഥി സംഘടനകൾ അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. ഒരു ചേരിപ്പോര തുടരുകയാണ്. വിവരങ്ങൾ. തീർച്ചയായിട്ടും സർക്കാർ അഭിഭാഷകരുടെ നിയമനത്തിൽ KSU ഉയർത്തിയ ആക്ഷേപത്തിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെ സംബന്ധിച്ചുള്ള വാഗ്വാദങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്ന KSU പ്രവർത്തകരും അതോടൊപ്പം തന്നെ എതിർ ഗ്രൂപ്പിൽപ്പെട്ടവരും തമ്മിലുള്ള തർക്കമാണ് ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ നേതാക്കളും ഇത്തരത്തിൽ തങ്ങളുടെ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കാണാനായിട്ട് KSU സംസ്ഥാന പ്രസിഡന്റ് എത്തിയിട്ടും മുഖ്യമന്ത്രി നേരിട്ട് കാണാൻ പോലും തയ്യാറായില്ല. ഇതിനെതിരെ ശക്തമായ വിമർശനം KSUവിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. അലോഷ്യസ് സേവ്യർ തന്നെ ഇതിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ പരസ്യമായിട്ട് പറയേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ KSUവിനിടയിൽ നിന്നും മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു വിഭാഗം KSU പ്രവർത്തകർ കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. ഇവരിന്ന് എറണാകുളത്ത് പ്രത്യേക മീറ്റിംഗ് ഈ വിഭാഗത്തിന്റെ, അതായത് മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്ന KSU പ്രവർത്തകരുടെ യോഗം ചേരാനും സാധ്യതയുണ്ട്. അതിനുശേഷം അവർ ഒരുപക്ഷെ മാധ്യമങ്ങളോട് നിലപാടുകൾ വ്യക്തമാക്കും. എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ KSU കൂടി രംഗത്ത് വന്നതോടുകൂടി കോൺഗ്രസിനും UDF-നും ഉള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഓരോ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെ ഉയർന്നു വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ സർക്കാർ അഭിഭാഷക നിയമനത്തിലും KSU ഉയർത്തിയ ആരോപണത്തിൽ മുഖ്യമന്ത്രി ഇടപെടാത്തതിലുള്ള പ്രതിഷേധം സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്നത്.